ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എന്റെ ജെൻഡർ ഇതാണ് എന്ന് പറയാൻ പേടിച്ച് നിൽക്കുന്ന പലരും ഉണ്ട്. അവരോട് എന്താ പറ്റി പറയാം? ഇവര് കാണുന്ന ഇങ്ങനത്തെ ആൾക്കാർ കുറച്ച് ബസ്സിൽ പോയി ഇങ്ങനത്തെ തോണ്ടുന്നതും പിടിക്കുന്നതും അങ്ങനെ ചെയ്യുന്നവരെ മാത്രമേ പ്രൊജക്ട് ചെയ്ത് കാണുന്നുള്ളൂ. പെണ്ണുങ്ങളെ തോണ്ടാൻ ബസ്സിൽ പോകുന്ന എത്രയോ ആണുങ്ങളുണ്ട്. ഇത് അവരെയാണ് ശരിക്കും നമ്മൾ മാനസിക രോഗികളെന്ന് പറഞ്ഞ് നല്ല അടി കൊടുക്കേണ്ട ആൾക്കാർ. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നൊരു സമയത്ത് നമ്മൾ മെന്റലി ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ശ്രുതിനെ പറഞ്ഞ പോലെ ശ്രുതി ഒരു ട്രാൻസ് വുമൺ ആണ്. അപ്പൊ അവർക്ക് കുറച്ചും കൂടിയും ഒരു സേഫർ അല്ല, കുറച്ചും കൂടിയും ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ജാൻമണി അഭിഷേകമായിട്ട് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. എവിടെയോ എന്തൊരു പേയ്മെന്റ് തന്നില്ലെന്നോ അങ്ങനെ എന്തൊരു, അതെന്താ വിഷയം ഉണ്ട്? ടെൻഷൻ ആസ് ഇൻ എനിക്ക് ഇടയ്ക്ക് തോന്നും, എന്തിനാ ഞാൻ കേരളത്തിൽ വന്ന് നിന്ന് ഇങ്ങനെ നിൽക്കുന്ന, തിരിച്ചിനി പൂനെ പോയി അവിടെ ഫുൾ ഹാപ്പിയാണ്, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പുറമേ ഒരാൾ നോക്കുമ്പോൾ വളരെ സക്സസ് ആയിട്ട് സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെന്താണ്? നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പൊ ഇന്നും നമ്മുടെ കൂടെ ഒരു അടിപൊളി ഗസ്റ്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ബിഗ് ബോസ് താരം, അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, മോഡലാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ സ്വന്തം അഭിഷേക് ജയദീപാണ്. നമസ്കാരം. ഹായ് ഹായ്. എന്താണ് വിശേഷമൊക്കെ? സുഖമായിരിക്കണം, എല്ലാം നല്ല പോലെ പോകുന്നതല്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവ് ആയതുകൊണ്ട് വിശേഷങ്ങൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ഭയങ്കര അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ എന്താണ് പുതിയ റീസെന്റ് പരിപാടികളൊക്കെ എന്താണ്? റീസെന്റ് ഇപ്പൊ ഞാൻ എന്റെ ബേസിക് ആയിട്ട് ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അപ്പൊ ഞാൻ അത് കൊണ്ടുവന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇപ്പം മോഡലിംഗിന്റെ കുറച്ച് ഷോസ് ചെയ്യുന്നുണ്ട്, ഗസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ സ്വയമായിട്ട് ഞാനൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ലോഞ്ച് ചെയ്തു. ഐബാവൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാഷൻ മോഡലിംഗ് കമ്പനിയാണ്. അപ്പൊ നമ്മൾ അതിൽ ട്രെയിനിങ്സ്, മോഡലിംഗിന്റെ ട്രെയിനിങ്സും പിന്നെ വർക്ക്ഷോപ്സ് അങ്ങനത്തെ കണ്ടക്ട് ചെയ്യുന്ന, അങ്ങനെ നമ്മൾ അതിന്റെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അഭിഷേകിന്റെ എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റത്തെ ഒരു 5 ഇയർ ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശരിക്കും എനിക്ക് നമുക്ക് കുറച്ച് ബാക്കിലോട്ട് തന്നെ പോവാം. അഭിഷേകിന്റെ സ്റ്റാർട്ടിങ് ജനിച്ചത് തൃശ്ശൂർ അയ്യന്തോളിലാണ്. സ്കൂളിംഗ് പരിപാടികളൊക്കെ അവിടെ തന്നെയാണ്. ചെറുപ്പത്തിൽ ഇപ്പൊ ഒരു 10ാം ക്ലാസ് വരെ, നമുക്ക് 10ാം ക്ലാസ് എത്തുന്ന ആ ഒരു ഗ്യാപ്പിലാണ് പല പല ആഗ്രഹങ്ങൾ, ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ ഇങ്ങനെ നടൻ, ഇങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളും മനസ്സിൽ വരുന്നത്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിഷേകിന്റെ ആഗ്രഹം എന്തായിരുന്നു? വലുതാവുമ്പോ നെക്സ്റ്റ് ഞാൻ എന്താവണമെന്നായിരുന്നു? വലുതാവുമ്പം എനിക്ക് മോഡലിങ്ങിനോടൊപ്പം താല്പര്യമുണ്ട്. പക്ഷെ അന്നും നമ്മള് അത് പറയുമ്പം അതിലോട്ട് എങ്ങനെ എത്തും, അതെന്താണെന്ന് പലർക്കും ഒരു ക്ലാരിറ്റി കറക്റ്റ് ഇല്ല. അത് അപ്പൊ വീട്ടിലെപ്പോഴും ഒന്നില്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, അത് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഫീൽഡ് ആയിരുന്നു മറ്റേ ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി. അത് ഇഷ്ടമായിരുന്നു. അത് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു വേണ്ട, എഞ്ചിനീയറിംഗ് മതി. അങ്ങനെ ആ ഒരു കമ്പൽഷൻ കാരണം പോയിട്ട് ബിടെക്കിന് ചേർന്നു. അങ്ങനെ എഞ്ചിനീയർ ആയി. എഞ്ചിനീയറിംഗ്. അപ്പോ വീട്ടുകാരൊക്കെ സമാധാനിച്ചു. ഓക്കെ, അങ്ങനെ മോൻ എഞ്ചിനീയർ ആയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ടെസ്റ്റ് മോഡലിംഗ് പരിപാടികളിലേക്കൊക്കെ മാറുന്നത്. അതിലേക്കുള്ള ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെയായിരുന്നു? അത് ഞാൻ ആക്ച്വലി വർക്കായിട്ട്, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ വർക്ക് ചൂസ് ചെയ്തത് പൂനെയിലായിരുന്നു. അപ്പൊ പൂനെയിലായപ്പോഴും ഞാൻ മുംബൈയിലും വിസിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അവിടെ മോഡലിംഗ് പരിപാടികൾ അറിയാം, ഷോസ്, ഇവന്റ്സിന്റെ ഒക്കെ അറിയാം. അപ്പൊ ചെറിയ രീതിയിൽ, ഭയങ്കര ഇതല്ലെങ്കിലും നമുക്കിപ്പം അറിയാം, ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടൈം നമുക്ക് അത്ര കിട്ടില്ല. അപ്പൊ കിട്ടുന്ന ഒരു ടൈമില് മാക്സിമം ചെയ്യാൻ നോക്കി. അങ്ങനെ ബിഗ് ബോസ് വരെ എത്തി. ബിഗ് ബോസിലേക്കുള്ള എൻട്രി, ഇപ്പൊ ഒരു ബിഗ് ബോസിന് മുമ്പുള്ള അഭിഷേകും ബിഗ് ബോസിന് ശേഷമുള്ള അഭിഷേകും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ആളുകളുടെ വ്യത്യാസം ആളുകൾ തിരിച്ചറിയുന്നു. കേരളത്തിൽ ഇപ്പൊ ആരും എന്നെ മുന്നേ അറിഞ്ഞിരുന്നില്ല. അതന്നെ ഏറ്റവും വലിയ വ്യത്യാസം. എല്ലാരും അറിയുന്നു, കുറെ പേര് ഇഷ്ടപ്പെടുന്നു. പിന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാൻ കുറെ ആൾക്കാര് ക്യൂരിയസ് ആയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ബ്രോനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ചകൾ നടക്കുന്നു, പരിപാടികൾ നടക്കുന്നു. ലൈഫിൽ വലിയൊരു മാറ്റം ബിഗ് ബോസ് വരുത്തിയല്ലേ? ഒബ്വിയസ്ലി വരുത്തി. നല്ലൊരു ചേഞ്ച് തന്നെ വരുത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒരുപാട് കടമ്പകൾ ചാടിക്കിടന്ന് വന്നേക്കുന്ന ഒരാളാണ്. ആൾക്കാർക്ക് നോക്കുമ്പോൾ ഈസി, ഒരാള് ഒറ്റയടിക്ക് നേരെ മോഡലാവുന്നു, ബിഗ് ബോസിൽ എത്തുന്നില്ലാണ്. പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് തന്നെയാണ് അഭിഷേക് എത്തിയേക്കുന്നത്. കാരണം അത് നമുക്കറിയാം, അഭിഷേകിനെ അറിയുന്നവർക്ക് അതറിയാം. അപ്പോ ഈ പലരും വന്നിട്ട് ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ഓരോ അഭിഷേക് ചെയ്യുന്ന വർക്കുകളുടെ ഡീലൊക്കെ വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് അറിയില്ല ഇതിന്റെ പുറകിൽ എന്താണ് അഭിഷേക്, ഇതിന്റെ പുറകിൽ ആരാണ് അഭിഷേക് എന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ടാണ്, അവരുടെ ഇടയിലേക്ക് അഭിഷേകിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോയിൽ അഭിഷേകിനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അഭിഷേക്, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മള് മോഡലിംഗ് പരിപാടികളൊക്കെ ആയിട്ട് ഒന്ന് ആക്റ്റീവായി
അത്യാവശ്യം നമ്മൾ എന്താ പറയാ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നിറഞ്ഞേക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം ആളുകൾക്കിടയിൽ എത്തുന്നു. ഇതിനിടയിൽ ശരിക്കും പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ വളരെ സക്സസ് ആയിട്ട് സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ എന്തായാലും അതിന്റെ ഉള്ളിലും കുറെ ടെൻഷൻസ് അഭിഷേകിനുണ്ടാവും, കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെന്താണ്? ഞാൻ ബിഗ് ബോസിൽ എത്തുന്നത് ഒരു എന്റെ ഐഡന്റിറ്റിയും കൂടി റിവീൽ ചെയ്തിട്ട് ഒരു LGBTQ റെപ്രസെന്റേറ്റീവും കൂടി ആയിട്ടാണ് ഞാൻ വരുന്നത്. തീർച്ചയായും. അപ്പൊ ഒബ്വിയസ്ലി കേരളത്തില് LGBTQ എന്നുള്ളൊരു ഹേറ്റ്രഡ് ഭയങ്കര ഹേറ്റ്രഡ് ആയി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ അത് ചെല്ലുന്നത്. അപ്പം ഏറ്റവും വലിയ ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ പലരും എന്റെ ക്യാരക്ടർ അറിയുന്നതിന് മുന്നേ തന്നെ ആ ഒരു ടാഗ് ഉള്ളത് കൊണ്ട് ഓക്കെ ആ ഒരു ഹേറ്റ് എനിക്ക് ഉണ്ടായിരുന്നു അറ്റ് ദ ബിഗിനിങ്. ഈവൺ ഇപ്പൊ പറഞ്ഞില്ലേ നെഗറ്റീവ് കമന്റ്സിനെ കുറിച്ച് പറഞ്ഞു, അത് ഇപ്പൊ ഞാൻ ചെയ്യുന്ന വർക്കിനല്ല നെഗറ്റീവ് കമന്റ്സ് വരുന്നത്, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിക്കുള്ള ഒരു ഹേറ്റ്രഡ് ആണ് എന്റെ കമന്റ്സിൽ വരുന്നത്. അതും ഒരു പക്ഷെ ആൾക്കാർ, ഇപ്പൊ ഒരു 20% ആൾക്കാർ അത് നോക്കി നെഗറ്റീവ് ഇടുന്നുണ്ടെങ്കിൽ ഒരു 80% വളരെ പോസിറ്റീവ് ഇടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ടെൻഷൻ ആസ് ഇൻ എനിക്ക് ഇടയ്ക്ക് തോന്നും എന്തിനാ ഞാൻ കേരളത്തിൽ വന്ന് നിന്ന് ഇങ്ങനെ നിൽക്കുന്ന, തിരിച്ച് ഇനി പൂനെ പോയി അവിടെ ഫുൾ ഹാപ്പിയാണ്, ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല, അങ്ങനെ ഇടയ്ക്ക് തോന്നും. പക്ഷെ എന്താ ഇതെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് നമ്മളായിട്ട് നിൽക്കുന്നതല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. ഇപ്പൊ വേറൊരാൾക്കുള്ള ഒരു ഇൻസ്പിറേഷനും കൂടിയല്ലേ ഒരു ഓപ്പൺ ആയി നമുക്ക് എങ്ങനെ നമ്മളായി നിൽക്കാനുള്ള ഒരു വെളിപ്പെടുത്താന്നുള്ളത് നമുക്ക് ധൈര്യമായിട്ട്. കാരണം വളരെ കറക്റ്റ് ആയിട്ട് കാര്യം. കാരണം ഇപ്പൊ നമ്മുടെ ചിലപ്പോ ഈ ഒരു ഇന്റർവ്യൂവിന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടാവും ഉറപ്പായിട്ട്. പക്ഷെ അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമുക്കത് നമ്മുടെ ഓരോരുത്തരുടെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും ഇപ്പൊ ഈ കമന്റ് ഇടുന്നത് അവരുടെ സ്വന്തം തീരുമാനമാണ്. ഞാൻ ഇതിലൊരു മോശമായി കമന്റ് ഇടണം, ഞാൻ അതിലേക്ക് തെറി അയക്കണം എന്ന് അത് അവന്റെ തീരുമാനമാണ്. ഇതേപോലെ ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ് തന്നെ. ഇപ്പൊ നമ്മൾ പറയണം നിങ്ങൾ ദൈവത്തോർത്ത് തെറി അയക്കില്ല എന്ന് പറഞ്ഞാൽ അവർ അയക്കാതിരിക്കില്ല, അവരുടെ തീരുമാനം. എനിക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കമന്റ് വരുമ്പോ എന്റെ ഒരു ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്നെ തെറി വിളിച്ചാൽ ഞാൻ ഇവനെ 10 തെറി അങ്ങോട്ട് വിളിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ശരി. പിന്നീട് ഇപ്പോഴാണ് നമ്മൾ അറിയിക്കുമ്പോ നമ്മളെ മറ്റേ മാങ്ങയുള്ളതിലല്ലേ എറിയൂ പോലെ, അപ്പൊ അതും ഒരു നമ്മൾ പോസിറ്റീവായി എടുത്താൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ ഞാൻ ഒന്നിനും റിപ്ലൈ കൊടുക്കാറില്ല നെഗറ്റീവ്സ്. ശരിക്കും ഇപ്പൊ നമുക്ക് ഈ LGBTQ ഇതില് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എൻ്റർ ആയിരുന്നു. ഇപ്പോഴാണ് ഈ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നേക്കുന്നത്. അത് വെളിപ്പെടുത്താൻ തന്നെ ഞാനിതാണ്. പക്ഷെ പണ്ട് കാലത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2000 മുമ്പൊക്കെ ഒരു 90s 80s കാലഘട്ടത്തില് ഇങ്ങനെ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് നമുക്ക് അത് സ്വാഭാവികം, അവരങ്ങനെ ആയതാണ്. പക്ഷെ അവർ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ 20% ആൾക്കാരാണ് തെറി വിളിക്കുന്നത്. അന്ന് 100% ആൾക്കാരും തെറി വിളിച്ചിരുന്ന ഒരു കാലമുണ്ട്. അതൊക്കെ ഒരുപാട് മാറി. പക്ഷെ ആ ഒരു സ്റ്റാർട്ടപ്പിൽ ഇതുപോലെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആളാണ് അഭിഷേക്. ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ ഫാമിലി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലൊക്കെ ഉണ്ടാവുമ്പോ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി ആ ഒരു ടൈമിൽ ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ആക്ച്വലി ഒരു 2018 റൈറ്റ്, അതുവരെ നമ്മുടെ ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് സെക്ഷൻ 377 ഒക്കെ ഉണ്ടായിരുന്ന ഒരു ടൈം അല്ലേ. അതുകൊണ്ടായിരിക്കും കുറെ പേര് അന്ന് റിവീൽ ചെയ്തില്ല. അന്ന് ഇത്ര വിസിബിലിറ്റി ഇല്ല LGBTQ കമ്മ്യൂണിറ്റിക്ക്. ഞാനിപ്പോ റിവീൽ ചെയ്യുന്നത് ആക്ച്വലി ത്രൂ ഷോ ആണ്. ഒരു ഇപ്പൊ 1 year ആയിട്ടുള്ളൂ. വിത്ത് ഫാമിലി ആണ് ഇവൻ അറിയെങ്കിലും. ബട്ട് ലക്കിലി ആദ്യം കുറച്ച് ഇഷ്യൂസ് അച്ഛന് ഉണ്ടായിരുന്നു. അത് ഞാൻ ഷോന് ഉള്ളിൽ ഉള്ളപ്പോ അങ്ങനെ വെളിപ്പെടുത്തിയെന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം എല്ലാം ഓക്കെയാണ്. ബിക്കോസ് ഇത് ആരും ചൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ലൈക്ക് ഇന്ന് ഒരാൾ വന്നിട്ട് ഞാനൊരു സ്ത്രീയാണെന്നോ അല്ലോ ഞാനൊരു ഹോമോസെക്ഷൽ ആണെന്നോ പറയുന്നല്ല. അവരെ എന്താണ് എന്നുള്ളതാണ്. അത് നമ്മളൊരു ചോയ്സ് അല്ലല്ലോ. അപ്പൊ നമ്മളെന്താണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ മാക്സിമം നമ്മൾ ഇടപെടാതിരിക്കുക. അതാണ് എനിക്ക് പറയുന്നത്. ഇപ്പൊ മറ്റുള്ള ഒരാള് ബെഡ്റൂമിൽ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അയാളുടെ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ള നമുക്കൊരു വോയിസ് ഇല്ല ആക്ച്വലി, അല്ലേ? സ്വന്തമാണ്. ഇപ്പൊ എനിക്കിപ്പോ ഇപ്പൊ താങ്കളെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. താങ്കളുടെ ഡിസിഷൻസ് ബ്രോഡാണ്. ഞാൻ വന്ന് നാളെ പറയണം നിങ്ങൾ ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞാൽ പോടപ്പില്ലേ പറയുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഹാപ്പി ആയിരിക്കും. വിമർശനങ്ങളെല്ലാം നമ്മുടെ ചുറ്റും ഉണ്ടാവും. അതെ, എല്ലാത്തിനോടും ചിരിച്ചു നേരിടുക. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മെന്റലി ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ആളുകളുടെ പ്രതികരണം കാരണം? ഉണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും കുറച്ചു നാൾ മുന്നേ തന്നെ ഇങ്ങനെ എന്നെ വന്ന് വെറുതെ ഇരുന്ന് നെഗറ്റീവ് കമന്റ് അല്ല തെറി വിളിക്കുമ്പോ നമ്മളും തൃശ്ശൂര് തന്നെ ജനിച്ചു വളർന്നൊക്കെ നമുക്ക് തിരിച്ചു തെറി പറയാറിയാം. അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ച് ഞാൻ റിപ്ലൈ കൊടുത്തു. അത്ര കാരണം ഒരു ദിവസം നമ്മൾ മോർണിംഗ് എണീക്കുമ്പോൾ ഒരു 10-15 തെറിയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു റീസൺ ഉണ്ടായിട്ടല്ല. ചിലപ്പം വെറുതെ ഒരു പോസ്റ്റ് ആയിരിക്കും അതിനകത്ത് ഇട്ടപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു. അപ്പം ഈ
മീഡിയയിൽ തന്നെ നിൽക്കുന്ന നമ്മുടെ ഷോയില് തന്നെയുള്ള പലരും അതിൽ ഞാൻ റിപ്ലൈ ചെയ്തത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ ഒരു നെഗറ്റീവ് ആക്കാൻ വേണ്ടി കാണിക്കുന്ന ചിലരുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് വളരെയധികം ദേഷ്യം വന്നിട്ടുണ്ട്. ബിക്കോസ് ഒരു കാര്യം നമ്മൾ ഇടുമ്പം ഒരാളുടെ റിപ്ലൈ മാത്രമല്ല, അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് കാണിക്കാനുള്ള ഒരു ചങ്കൂറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം പോസ്റ്റിംഗ് സംതിങ് ഓൺ സോഷ്യൽ മീഡിയ. ശരിക്കും പറഞ്ഞ എല്ലാരും പറയുന്നത് സൈലന്റ് ആയിട്ട് തന്നെ നേരിടുന്ന, പക്ഷെ ഒരു പരിധി എന്താ പറയാ, നമ്മള് പാതാളത്തോളം ക്ഷമിച്ച് തിരിച്ച് പ്രതികരിച്ചു തുടങ്ങുന്നു പറയുന്ന പോലെ. പിന്നെ എനിക്കിപ്പോ ഒരു 25-26 വയസ്സായിട്ടുള്ള ആ സമയത്ത് നമുക്ക് തെറി കാണുമ്പോ തിരിച്ച് തെറി വിളിക്കാനുള്ള ഒരു പ്രവണതയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചുകൂടിയും കാമറാണ്. എന്റെ അടുത്ത് കുറെ പേര് ഇപ്പം പറഞ്ഞു ഇതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. ബിക്കോസ് എനിക്ക് അറിയണ്ട, കാരണം ഞാനൊരു കുറെ നാള് മുന്നുള്ള സെലിബ്രിറ്റി അല്ല. ഇപ്പൊ ജസ്റ്റ് ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് ഇങ്ങനെ കമന്റ്സ് വരുന്നുള്ളൂ. അപ്പൊ അത് എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കുറച്ചും കൂടി ശ്രുതിനെ എന്റെ നല്ലൊരു ഫ്രണ്ടാ, ശ്രുതി സിത്താര. അപ്പൊ ശ്രുതിയൊക്കെ പറഞ്ഞത് സ്റ്റാർട്ടിങ് ടൈമിൽ വീട്ടുകാര് ഭയങ്കര സപ്പോർട്ടായിരുന്നു, വീട്ടില് നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ടാണ് അവളെ ഇത്രയും വലിയൊരു ആളായിട്ട് മാറ്റിയതെന്ന് പറഞ്ഞു. പക്ഷെ വീട്ടുകാരല്ലാത്ത പലരും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ കുറെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ എന്റെ വേറെ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഞാനിവിടെ എന്റെ LGBTQ ഞാൻ ഇങ്ങനെ എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനു ശേഷം എനിക്ക് വരുന്ന കോളുകളെല്ലാം എന്നോട് റൂം ഷെയർ ചെയ്യാമോ, ഇങ്ങനത്തെ ഈ രീതിയിലുള്ള കോളുകൾ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. പലരും വളരെ സ്നേഹത്തോടെയൊക്കെ സംസാരിച്ചിട്ട് അവസാനം ലാസ്റ്റ് ടൈമിൽ ഇങ്ങനെ ഒരു ടോക്കിലേക്ക് മാറുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ പോയിട്ടുണ്ടോ? ഇപ്പം ശ്രുതിനെ പറഞ്ഞ പോലെ ശ്രുതി ഒരു ട്രാൻസ് വുമൺ ആണ്. അപ്പൊ അവർക്ക് കുറച്ചും കൂടിയും ഒരു സേഫർ അല്ല, കുറച്ചും കൂടിയും ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പം എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഞാൻ റിവീൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ ചില മോഡലിംഗ് വർക്ക്സ് ഒക്കെ വരുമ്പോ ചിലരുടെ സംസാരത്തിലെ ടോൺ കേട്ടാൽ നമുക്ക് അറിയാം അവര് മേ ബി മോഡലിങ്ങിനെ ആയിരിക്കില്ല, അവരുടെ ഉദ്ദേശം വേറെ എന്താണെന്ന് നമുക്ക് ആ ഒരു ടോണിൽ അറിയാം. അപ്പൊ നമ്മള് മാക്സിമം ബ്ലോക്ക്, അത്രേ ഉള്ളൂ. എന്തും നേരിടാൻ പഠിച്ചു ലൈഫ്. ഈ ഒരു 25-ാം വയസ്സിൽ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. കാരണം നമ്മള് തെരഞ്ഞെടുത്തേക്കുന്ന നമ്മുടെ വേ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏജിന്റെ മാത്രല്ല, ഇപ്പം എഡ്യൂക്കേഷന്റെ മാത്രല്ല, നമ്മൾ കുറച്ചും കൂടി എക്സ്പീരിയൻസസ് ലൈഫിൽ കിട്ടുന്നത് നമ്മൾ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോഴും കുറെ ആൾക്കാരുടെ ലൈഫ് അറിയുമ്പോഴാണ്. ഞാനിപ്പം പൂനെയില് വർക്ക് ചെയ്യുമ്പോഴായിക്കോട്ടെ, ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്, സോളോ ആയി ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റീസ് ആയിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കുമല്ലോ, അവിടെ ആയിട്ട് പോയിട്ട് മാക്സിമം ഇന്ററാക്ട് ചെയ്യാനും എല്ലാം ശ്രമിക്കാറുണ്ട്. കുറെ പേരുടെ ലൈഫും സ്റ്റോറീസ് ഒക്കെ അറിയാം. അപ്പൊ നമുക്ക് കൂടുതലും ആ ഒരു എക്സ്പോസർ കിട്ടുന്ന അവരെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഐ തിങ്ക് മോർ ദാൻ നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്തിനെക്കാട്ടും എക്സ്പീരിയൻസസ് ആണ് മാറ്റർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ലൈഫില് എവിടെയാണ് ശരിക്കും ഒറ്റപ്പെട്ടിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു പ്രൈവറ്റ് പേഴ്സൺ ആണ്. എനിക്ക് ഒറ്റപ്പെടുന്നത് ഇഷ്ടമാണ്. ശരിക്കും ഇഷ്ടമാണ്. ഞാൻ ഒരു 1 ഇയറോളം പൂനെയിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിച്ചു. ഈ ബിഗ് ബോസിന്റെ മുന്നിലുള്ള ഒരു 1 ഇയർ ഞാൻ ടു ബി ഫ്രാങ്ക് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. ലൈക്ക് ജോലി ഞാൻ വർക്ക് ഫ്രം ഹോം വീട്ടിലിരുന്ന് ചെയ്യും, പിന്നെ രാത്രി ആവുമ്പം ജിമ്മിൽ പോവും, തിരിച്ചു വരും, TV കാണും. അങ്ങനെ ഒരു 1 ഇയറോളം ഒറ്റയ്ക്ക് ഐ വാസ് എൻജോയിങ് ആ ഒരു ഫേസ്. സത്യം പറഞ്ഞാൽ എന്താതെ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കര സാഡ് അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്റെ ഒറ്റയ്ക്കുള്ള കമ്പനി ഭയങ്കര ഇഷ്ടപ്പെടും. അതെ ഞാൻ പറഞ്ഞത്, സോളോ ട്രിപ്പ് ചെയ്യാനും എല്ലാം ഇഷ്ടമാണ്. ലൈഫിൽ ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഞാനിപ്പോ കറന്റ്ലി 2 കാര്യങ്ങളാണ് മനസ്സിലുള്ളത്. ഒന്ന്, ഇപ്പൊ ഐബാവൻ തന്നെ പറഞ്ഞ ഒരു ഫാഷൻ മോഡലിംഗ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് കേരളത്തിൽ എനിക്ക് മാക്സിമം അതിന്റെ ഷോസ് ചെയ്യണം, നല്ല രീതിയിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആവണം എന്നുള്ളൊരു ഫോക്കസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഒരു പേജന്റ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം നമുക്കറിയാം മിസ്റ്റർ ഇന്ത്യ പോലത്തെ പേജൻസ് ഉണ്ടല്ലോ. അപ്പം ഇപ്പൊ കുറെ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് നടത്തുന്ന മിസ്റ്റർ ഇന്ത്യ മെയിൻ ആയിട്ടുള്ള അങ്ങനെ ഒരു മെയിൻ ടൈറ്റിൽ വിൻ ചെയ്യണം എന്നുള്ള അതിനായിട്ട് ഫോക്കസ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മുടെ LGBT കമ്മ്യൂണിറ്റി ഇതിന്റെ അസോസിയേഷനുകളും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പരിപാടികൾ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത്? കേരളത്തിൽ ഇപ്പം ദ്വയ അങ്ങനെ കുറച്ച് ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അതിന്റെ പാർട്ട് അല്ല കറന്റ്ലി. ഞാൻ ഒരു മുന്നേ അല്ല ഇപ്പോഴും അല്ല. അസോസിയേഷൻസ് എല്ലാം നല്ലതാണ്, പക്ഷേ അതിനകത്ത് തന്നെ കുറെ ഇഷ്യൂസും എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോ കറന്റ്ലി ഞാൻ ഒന്നിനും പാർട്ടല്ല. ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ എന്റെ ജെൻഡർ ഇതാണ് എന്ന് പറയാൻ പേടിച്ച് നിൽക്കുന്ന പലരും ഉണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് അറിയില്ല എന്ത് ചെയ്യണം. അവരാരൊക്കെയോ പേടിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ യങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും
നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇത് വലിയൊരു ഡിസിഷനാണ്. കാരണം ചിലപ്പോൾ ഇന്ന് ഡിസിഷൻ എടുത്തു, നാളെ പറഞ്ഞു, വീട്ടിൽ നിന്ന് പുറത്താക്കി, എന്ത് ചെയ്യില്ല, ബസ് സ്റ്റോപ്പിലും അങ്ങനെ കുറെ പേര് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്ന അങ്ങനത്തെ ലൈഫ് മാറുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് നോക്കാൻ പറ്റും എന്നുള്ളൊരു ഇൻഡിപെൻഡന്റ് ഇൻ ദ സെൻസ് ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് റിവീൽ ചെയ്താൽ മതി. ബിക്കോസ് ഇതിപ്പം എല്ലായിടത്തും പോയി റിവീൽ ചെയ്ത് നമുക്കൊന്നും കിട്ടാനില്ല. പക്ഷെ നമുക്ക് നമ്മളായി ജീവിക്കണം, എല്ലാ ഇങ്ങനെ മറകളും വെച്ച് കെട്ടുമൊന്നും ഇല്ലാതെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ അപ്പ് ചെയ്യാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ പറ്റുമോ എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം മതി. അല്ലാതെ ചാടിക്കേറി എടുക്കേണ്ട ഒരു ഡിസിഷൻ അല്ല. കാരണം നമുക്ക് ചിലപ്പോൾ ഇന്ന് ഫാമിലിനെ നമുക്ക് അതിലൂടെ ലോസ് ആവാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഇല്ലാണ്ട് എത്രയോ പേര് വഴിയിലൊക്കെ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇന്ന് നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റീസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻസോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം മാക്സിമം വൈസ്ലി ഡിസിഷൻ എടുക്കാം. അതെ, ശരിക്കും പറഞ്ഞ ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ എടുക്കുന്ന ഓരോ സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനും ഒരു തീരുമാനം ഉറപ്പായിട്ടും കൊണ്ടുവരണം. എനിക്ക് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, എനിക്ക് അതിന്റെ കറക്റ്റ് നോളജ് ഇല്ല. മേ ബി അങ്ങനത്തെ ഞാൻ എനിക്ക് കറക്റ്റ് അതിന്റെ ഇതറിയില്ല. പക്ഷെ ഞാൻ മുംബൈയിലായിരുന്നപ്പോ ഞാൻ മിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നക്ഷത്ര ബാഗ്വേ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നാഷണൽ ലെവൽ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് LGBTQ-ന്റെ. പുള്ളിയുടെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് കേസസ് വന്നിട്ടുണ്ട്. ഒരു പയ്യൻ ഇങ്ങനെ റിവീൽ ചെയ്തു ജീവിക്കാൻ എമൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ ഓർഗനൈസേഷൻ അവനെ കുറച്ച് ദിവസം താമസിപ്പിക്കാൻ പിന്നെ ജോബ് ഇന്റർവ്യൂസ് ഒക്കെ അവരായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആളുകളുണ്ട്, ഓർഗനൈസേഷൻസ് ആ സൈഡിലുണ്ട്, മുംബൈ സൈഡിലുണ്ട്. അപ്പൊ നമ്മള് ചിലപ്പോ കേരളത്തിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ ഒരു അറിവില്ലായ്മ ഞാനിപ്പോ കേരളത്തിൽ ഞാൻ റിവീൽ ചെയ്തിട്ട് ഞാൻ കേരളത്തിൽ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ കറക്റ്റ്ലി ഓർഗനൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പഠിക്കുന്ന ടൈമിൽ ബ്രോയ്ക്ക് പ്രേമം ഉണ്ടായിരുന്നു? നാളല്ലേ ഇത് വീട്ടില് കാണൂല. ഇതിപ്പോ കുഴപ്പമില്ല, പ്രേമം ഒബ്വിയസ്ലി. കഴിഞ്ഞ ദിവസം ഒരു മെന്റലിസ്റ്റിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. എന്നെ നോക്കൗട്ട് ആക്കി പുള്ളി. നോക്കൗട്ട് ആക്കുന്നത് തൊട്ട് മുമ്പ്, അത് നോക്കൗട്ട് ആക്കുന്നത് നമ്മുടെ മറ്റേ ഹിപ്നോട്ടിസം ആണ്. അതിന് മെന്റലിസം ചെയ്തു. എന്നോട് എന്റെ മുഖത്തൊക്കെ എന്ത് 2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ലവറിന്റെ ഒരു 4 അക്ഷരല്ലേ ഉള്ളൂ. ഞാൻ എഴുന്നേറ്റ് ഓടണം, ക്യാമറ ഉണക്കി, ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അപ്പൊ ഞാൻ പണി കിട്ടി. അതേപോലെ തന്നെ ബ്രോന്റെ ആരോടാണ് ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയത്? അയ്യോ, പേരൊന്നും പറയണ്ട. ഉണ്ടായിട്ടുണ്ടോ? എത്ര ക്ലാസ്സിൽ വെച്ചിട്ടാ? മേ ബി ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് വെച്ചിട്ട്. അതൊരു വലിയ റിലേഷൻ ആയിരുന്നു? ഇല്ല, ഞാൻ റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടില്ല. ഇല്ല, കുറച്ച് നാള് വളരെ ചോദിക്കുകയും ചെയ്യുന്നു പറയാൻ. ഞാൻ ഒരു ഇന്റർവ്യൂലും about love life or ഇങ്ങനത്തെ കാരണം ആൾക്കാർ പിന്നെ വന്ന് അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തും. ഉണ്ടായിരുന്നു ഞാൻ അപ്പൊ എന്തായാലും നോക്കാം. ആരെങ്കിലും ഞാൻ ഇതിന്റെ അടിയിൽ കമന്റ് ഒക്കെ ചെക്ക് ചെയ്യും. സർപ്രൈസിംഗ്ലി അത് ബ്രേക്കപ്പ് ആയിട്ട് പിന്നെ നമ്മളൊരു കോണ്ടാക്ട് ഇല്ല. അത് കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് എനിക്ക് ആ പുള്ളി മെസ്സേജ് ചെയ്തു. ആഫ്റ്റർ എത്രയോ 6-7 years എനിക്ക് മെസ്സേജ് ചെയ്തു. ലൈക്ക് നൈസ് ആയിട്ട് ഡീൽ ചെയ്തു. അല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ, ജാൻമണിയായിട്ട് എന്താ സംഭവം? ഇവിടെ ഹണിമൂണിന്റെ താലി കെട്ടി എന്ന് പറയുന്നു. അടുത്ത ദിവസം ആരൊക്കെ കമന്റ് ഇട്ടുണ്ട്, കുട്ടിയായിരുന്നവർക്ക് കുട്ടിയായി. എന്തൊക്കെയോ പറയണ്ടത്. എന്താ ആക്ച്വലി എന്താ സംഭവം? ആക്ച്വലി ജാൻമണി എന്റെ ഭയങ്കര, ഇപ്പൊ ബിഗ് ബോസിൽ എനിക്ക് ഏറ്റവും ക്ലോസ് ജാൻമണിയാണ്. അപ്പൊ നമ്മള് ചുമ്മാ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു പറക്കാട്ട് ജ്വല്ലേഴ്സിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് പോലെ എടുത്തിരുന്നു, ഒരു കൊളാബറേഷൻ. അപ്പൊ അതില് ജാനു ഫുൾ അങ്ങനത്തെ ഓർണമെന്റ്സിൽ അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചുമ്മാ ഒരു തമാശക്ക് ഒരു വീഡിയോ ഇട്ടു, ആ ഒരു ഇതിന്റെ ആഡ് പോലെ. ഇത് കഴിഞ്ഞപ്പോ എല്ലാരും വിചാരിച്ചു ശരിക്ക് കല്യാണം കഴിഞ്ഞു. കാരണം ഞാൻ കൊച്ചിയിൽ വരുമ്പം ജാനുവിന്റെ വീട്ടിലാണ് നിൽക്കാറ്. പിന്നെ നിഷാന ചേച്ചി, അപ്സര ചേച്ചി, എല്ലാരും നമ്മളെല്ലാരും ജാനുവിന്റെ വീട്ടിലാണ് ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുമ്പോ ആൾക്കാർ വിചാരിച്ച ഞാൻ ജാനുവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് ജാനുവിന്റെ വീട്ടിലാണ്. അത് നമ്മൾ വീട്ടിലെ ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ടാണല്ലോ വീഡിയോ. അപ്പൊ ഞാൻ ജാനുവിന്റെ ഒപ്പം ലിവിങ് ടുഗദർ ആണ്. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ വീഡിയോയും വന്നു. പിന്നെ ട്രാവൽ ചെയ്യുമ്പോ നമുക്ക് ഷോസ് ഇപ്പൊ വരുമ്പോ ഞാനിപ്പോ ഫാഷൻ ഇതിലാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് വരുന്ന ഇവന്റ്സ് കോമൺ ആണ്. ജാനുവും മേക്കപ്പിന്റെ ആണ്. നമുക്ക് രണ്ടുപേർക്കും കിട്ടുന്ന ഇവന്റ്സ് ഒരുപോലെയാ.
അപ്പൊ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഒരുമിച്ച് ജീവിക്കുന്നത് ട്രാവൽ ചെയ്യുന്ന ഒരുമിച്ചാണ് കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും എനിക്ക് ആ ഒരു വീഡിയോ ഒരു കാറിന്റെ അടുത്ത് നിന്നിട്ടാ പറയുന്നത് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചു എന്നൊക്കെ. അത് പറക്കാട്ടില് പറക്കാട്ടിന്റെ ഒരു ആഡ് കേട്ടോ, ഇത് ആഡ് ഷൂട്ടായിരുന്നു. പലരും വിചാരിച്ചിരിക്കുന്നത് കല്യാണം കഴിച്ചു. അതെന്താന്ന് വെച്ചാൽ പറക്കാട്ടിന്റെ ആ വീഡിയോ ഇതുവരെ വന്നിട്ടില്ല. ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അവര് ഇന്നിടുന്ന ആളിടുന്ന പറഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ തോറും കുട്ടിയുണ്ടായി, കുട്ടി സ്കൂളിൽ ചേർത്തു, ഇങ്ങനെ കഥകൾ വന്നോണ്ടിരിക്കും. അയ്യോ, ഇങ്ങനെ മീഡിയയില് ന്യൂസ് പോലെയൊക്കെ വിവാഹിതരായി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മീഡിയയിലൊക്കെ എന്റെ സിസ്റ്ററിനൊക്കെ അത് അയച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്. എന്റെ അമ്മൂമ്മയ്ക്ക് വരെ ആൾക്കാര് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞില്ല. വിശ്വസ് അറിയിച്ചില്ല. എല്ലാരും മോനെ നിനക്ക് എന്തിന്റെ കേടാന്നുള്ള നിനക്ക് വേറൊരു പണിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്നിട്ട് ഒരു പോസ്റ്റ് ഇൻസ്റ്റയിൽ ഇട്ടു, ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലാന്ന്. കാരണം അത് വന്നത് എനിക്ക് എങ്ങനെ DMs വന്നുകൊണ്ടിരിക്കാം. മെസ്സേജ് റിക്വസ്റ്റ് എടുക്കുമ്പോൾ മൊത്തം സ്ക്രീൻഷോട്ട് മാത്രം. അതിനുശേഷം അറിയില്ല, നിങ്ങൾ തമ്മിലുള്ള റീലിനൊക്കെ ഭയങ്കര വ്യൂവേഴ്സ് വന്നോണ്ടിരിക്കുന്നു. നമ്മള് റീലിട്ട ഫുൾ വ്യൂവേഴ്സ് ആണ് ഓൾറെഡി നല്ല വ്യൂവേഴ്സ്, കമന്റുകളൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ ഇത് വന്നതിന് പിന്നെ ഇപ്പൊ ഒരു 1-2-3 വീക്സ് ആയിട്ട് നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല. ഞങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തു ഒന്ന് പിന്നിലോട്ട് നിൽക്കാം, അല്ലെങ്കിൽ ഇനിയിപ്പം ഇഷ്യൂസ് ആവണ്ട, അത് മുകളിൽ കയറി പോയി എന്താവും നമുക്കറിയില്ല. എന്താ ജാൻമണിനെ കുറിച്ച് എന്താ പറയാ? ജാൻമണി ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര പാവാണ്. പക്ഷെ ദേഷ്യം വന്ന ഭയങ്കര ദേഷ്യം നമ്മൾ ഷോയില് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ബേസിക്കലി ഒരു കുട്ടികളുടെ ഒരു ക്യാരക്ടറാണ്. ദേഷ്യം വന്ന എക്സ്ട്രീം, തമാശയാണെങ്കിൽ എക്സ്ട്രീം. അതാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടർ. എനിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു കാര്യം ജാൻമണിയുടെ സംസാരത്തിനെ ട്രോൾ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ആളുകൾ കളിയാക്കിയും ഭയങ്കര മോശമായിട്ട് കമന്റ് ചെയ്യുന്നത്. അത് ജാൻമണി അങ്ങനെയാണല്ലേ? അല്ല, ജാൻമണി മലയാളിയല്ല. ഫസ്റ്റ് ഒരു ആസാം ഗുവാഹട്ടിന്ന് വന്നിട്ട് ഒരാള് ഇത്രയും മലയാളം പറയും. നമ്മൾക്കിപ്പം അവരുടെ ലാംഗ്വേജ് ഇത്രത്തോളം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ പലരും ഹിന്ദി പോലും സംസാരിക്കുന്നത് ഭയങ്കര മുറി അങ്ങനെ ആയിട്ടുള്ളതാണ്. നമ്മളെ പറയുമ്പോ നമ്മളെ എഡ്യൂക്കേഷനിൽ നമ്മുടെ പാർട്ടാണ് ഹിന്ദി അല്ലെ, എന്നിട്ട് പോലും നമുക്ക് അത്ര സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ ഇവർക്ക് പഠിച്ചിട്ട് പോലും ഇല്ലാത്തൊരു ലാംഗ്വേജ് ഇത്ര ഫ്ലുവന്റ് ആയി സംസാരിക്കുമ്പോ നമ്മളത് അപ്രിഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്. തീർച്ചയായും അറിയില്ല. എല്ലാരും പലരും വിചാരിച്ചേക്കുന്ന മലയാളിയാണ്, ദൂരെ എവിടെയോ യാത്ര ചെയ്തിട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. ആക്ച്വലി ജാൻമണി മലയാളി അല്ല, ഗുവാഹട്ടി അസം ഗുവാഹട്ടി വന്നിട്ടുള്ള. ശരിക്കും പറഞ്ഞാൽ മലയാളമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു അല്ലെ, എവിടെ ഇന്ത്യയുടെ ഏതൊരു മൂലക്കിൽ നിന്ന് വന്നിട്ടുള്ള. അതെ. നമ്മള് ശരി, നേരത്തെ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഹിന്ദി നമുക്ക് പരീക്ഷ എഴുതി പാസ്സായി വരുന്നവരാ നമ്മൾ. എന്നിട്ട് പോലും വായിക്കാനും സംസാരിക്കാനും അറിയാത്തവരുണ്ട്. എനിക്ക് വളരെ ആകെ അറിയാവുന്നത് കാം കരോ. പക്ഷെ നമ്മളെന്നാലും ജഡ്ജ് ചെയ്യും ബാക്കി ഗുവാഹട്ടിന്ന് വന്ന ആൾക്കാരെ, എന്നിട്ട് നമ്മുടെ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നത്. അതെ. ഈ അടുത്ത് ജാൻമണി ഇപ്പൊ അഭിഷേകായിട്ട് ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. എവിടെയോ എന്തൊരു പേയ്മെന്റ് തന്നില്ലെന്നോ അങ്ങനെ എന്തൊരു, അതെന്താ വിഷയം? അത് നമ്മള് കാലിക്കറ്റ് ഒരു ഇവന്റിന് പോയിട്ട് അവര് പേയ്മെന്റ് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇവര് യൂഷ്വലി പേയ്മെന്റ്സ് കൊടുക്കാറില്ല, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ജാൻമണി അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഷോയിൽ കയറുന്നതിന് ജസ്റ്റ് 1 hour മുന്നെങ്കിലും നമുക്ക് പേയ്മെന്റ് തരണം. സാധാരണ നമ്മൾ ഷോ കഴിഞ്ഞിട്ടാ ചോദിക്കാറ്. പക്ഷെ ഇത് പറഞ്ഞു, കാരണം ഇങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടി കുറെ പറ്റിച്ചിട്ടുണ്ടെന്ന്. അത് പറഞ്ഞപ്പം ഇയാള് നമ്മൾ ഫുൾ റെഡി ആയി. ജാൻമണി ഒരു 3-4 hours മേക്കപ്പ് ചെയ്ത് അസിസ്റ്റൻസിനെ കൊണ്ടൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ഇരിക്കുന്നേ. ഇത് പറഞ്ഞതും അയാള് കട്ട് ചെയ്തു ഫോൺ. പിന്നെ ഫോൺ എടുക്കുന്നില്ല. പിന്നെ നമ്മളോട് ഒരു ഇതില്ല, നമ്മളോട് പറയണ്ട വെന്യൂല് എപ്പ എത്തണം ഒന്നുമില്ല. നമ്മള് മേക്കപ്പ് ചെയ്ത് ഇരുന്ന് ഷോ കഴിയാറുള്ള സമയമായി. അപ്പൊ നമ്മൾ വണ്ടി എടുത്ത് അവിടെ പോയപ്പോ ഷോക്ക് തുടങ്ങി. നമ്മളില്ലാതെ ഒരു ഷോ ചെയ്തു, ഈ പൈസ തരാനില്ലാത്തത് കൊണ്ട്. നമ്മള് നമ്മുടെ ഇത്ര എഫേർട്ട് എടുത്ത് നമ്മള് ടാക്സി ബുക്ക് ചെയ്ത് കൊച്ചി ടു കാലിക്കറ്റ് വന്ന് റെഡിയായി ഇത്ര എഫേർട്ട് എടുത്തിട്ട് തരാത്തത് നമ്മൾ ഇഷ്യൂ ആക്കി അവിടെ. എന്താ ചെയ്തേ? അപ്പോ നമ്മള് നമുക്ക് ഫാഷന്റെ ഒരു എന്താ പറയാ, ഒരു ഓർഗനൈസേഷൻ ഉണ്ട് കേരളത്തില്, IMFA എന്ന് പറഞ്ഞിട്ട്. അവരെ കംപ്ലൈന്റ് ചെയ്ത് അതിന്റെ ഒഫീഷ്യൽസ് വന്ന് ഇയാളോട് ചോദിച്ചപ്പോ ഇയാളുടെ പൈസ ഇല്ല, തരാൻ പൈസ ഇല്ല. അപ്പൊ ചോദിച്ചു പിന്നെ പൈസ ഇല്ലാണ്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്തേ? അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ ലാസ്റ്റ് അവരെ സെറ്റിൽ ചെയ്തു. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിയ ന്യൂസുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അത് അവര് പേയ്മെന്റ് ഒക്കെ സെറ്റിൽ ചെയ്തു. അവര് നമ്മൾ പേയ്മെന്റ് സെറ്റിൽ ചെയ്തിട്ട് അവിടുന്ന് ജാൻമണി വന്നുള്ളൂ തിരിച്ചു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഇഷ്യൂസ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്ക് വിവാദങ്ങൾ ഇങ്ങനെ സൈഡിൽ.
ഇപ്പൊ നമ്മളൊരു ജസ്റ്റ് ഇപ്പൊ അറിയാത്തവർക്ക് ഇപ്പൊ ആ. കുറെ റിമോട്ട് ഏരിയാസ് ഒക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവം എന്ന്. കാരണം ഇപ്പൊ കൊച്ചിയിൽ ഒരിക്കലും നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല ഞങ്ങൾ ഒരു ഇതിനു വേണ്ടി പറയുന്നത്. അതായത് ഇപ്പൊ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ പലരും നമുക്ക് രാത്രി കാലങ്ങളിൽ ഇപ്പൊ അവരുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കാം സെക്ഷൽ വർക്കിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അത് അത് അതായത് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ആളുകളല്ല, അത് ഒറിജിനലി സ്ത്രീകളാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അറിയാത്തവരുണ്ട്. എല്ലായിടത്തും കേൾക്കുന്നുണ്ടാവും പലരും LGBTQ ഇതിന്റെ കമ്മ്യൂണിറ്റി അതിന്റെ പരിപാടികൾ നടക്കുന്നു ഇങ്ങനെ. അപ്പൊ എന്താണ് LGBTQ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാനുള്ളത്? LGBT L for lesbian, G gay, B bisexual, T transgender, Q queer. അതാണ് ഇതിന്റെ എല്ലാത്തിനെയും കൂടിയുള്ള ഒരു കമ്മ്യൂണിറ്റി. അതെ, ഇപ്പം നമ്മുടെ നാട്ടില് പൊതുവെ പണ്ട് മുതലേ കണ്ടുവരുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള, ഇപ്പം ഒരു ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണിനെ, അതിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം അതിൽ വരുന്ന എസെക്ഷുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അവർക്ക് ആരോടും ഒരു കൈൻഡ് ഓഫ് സെക്ഷുവൽ അട്രാക്ഷൻ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അവരും ഒരാളോടും ഉണ്ടായിരിക്കില്ല. ഫിസിക്കലി ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കില്ല, പക്ഷെ മെന്റലി ഇമോഷണലി കണക്ട് ആവുന്ന ആൾക്കാരുണ്ട്. അതാണ് ഇപ്പം LGBTQ എന്നുള്ളതിൽ IA+ എന്ന് വന്നിട്ടുണ്ട്. ഇന്റർസെക്സ് എസെക്ഷുവൽ പ്ലസ് ഇതൊരു കണ്ടിന്യൂറ്റി ആണ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇവിടെ ലോകത്തുണ്ട്. അപ്പൊ അവരെല്ലാം കൂടി ചേർത്ത് നിർത്തി അവർക്കൊരു സപ്പോർട്ട് ആവുന്ന ഒരു കമ്മ്യൂണിറ്റി. അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു എന്താ പറയാ, നമ്മൾ ജന്മന ഒരു പുരുഷനായിട്ട് ജനിച്ചെങ്കിലും നമുക്ക് ഇപ്പൊ ഒരു പുരുഷനോടാണ് നമുക്ക് താല്പര്യം തോന്നുന്നത്. അങ്ങനെ ഇപ്പൊ കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ 1-2 കല്യാണങ്ങളൊക്കെ പകുതിക്ക് വെച്ചിട്ട് അത് 2 വഴിക്ക് അവര് പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായി. ശരിക്കും പറഞ്ഞ ആളുകൾ അപ്പൊ പറഞ്ഞു, കേട്ടാ ഇതാ പറഞ്ഞേ ആണും ആണും ചേരില്ല എന്നൊക്കെ കമന്റ് ഉണ്ട്. ശരിക്കും ഇപ്പൊ ഒരു ആണും പെണ്ണും കല്യാണം കഴിച്ചിട്ടും അങ്ങനെ പിരിഞ്ഞു പോകുന്ന എത്രയോ ഉണ്ട്. അപ്പൊ അല്ലാതെ ഇത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ലല്ലോ ഇവര് പിരിഞ്ഞു പോകുന്നത്. അതെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇപ്പൊ നമ്മുടെ ഇവിടെ LGBTQ-ലെ എന്ത് കാര്യത്തിന്റെയും നെഗറ്റീവ് സൈഡ് മാത്രമാണ് ഭയങ്കരമായിട്ട് എന്താണ് പബ്ലിസിറ്റി കൊടുത്തു വിടുന്നത്. അതിൽ നടക്കുന്ന പോസിറ്റീവ് എത്രയോ പേര്, ഇപ്പം ഞാൻ പൂനെയിലായിക്കോട്ടെ മുംബൈയിലായിക്കോട്ടെ, എത്രയോ പേര് ലിവിങ് ടുഗദർ ആയിട്ടും മാരേജ് ചെയ്തിട്ടും, ഇപ്പൊ എനിക്കറിയുന്ന റിയലി ക്ലോസ് ആയിട്ടുള്ള ശ്യാം എന്ന് പറയുന്ന മിസ്റ്റർ ഗേ വേൾഡ് മുന്നേ ആയിരുന്ന ആളുടെ മാരേജ് ഇപ്പൊ ലാസ്റ്റ് ലണ്ടനിൽ വെച്ച് കഴിഞ്ഞു. അപ്പം അവര് ലൈക്ക് ഓൾമോസ്റ്റ് 10 years ഓഫ് ലിവിങ് ടുഗദർ കഴിഞ്ഞ് കല്യാണം കഴിച്ചു. പക്ഷെ ഇതൊന്നും അല്ല പോപ്പുലർ ആയിട്ട് വരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഐ തിങ്ക് നിവേദ ആന്റണി മാരേജ് ചെയ്ത് ഇത് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് മാത്രമാണ് മാക്സിമം മീഡിയയിൽ വരുന്നത്. ഇപ്പൊ പറഞ്ഞ പോലെ വഴിയിൽ ഇപ്പം സെക്സ് വർക്കിന് നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചായിരിക്കും കൂടുതൽ പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഗവൺമെന്റ് ജോലികളിൽ വക്കീലായിട്ട് വരുന്നതുണ്ട്, TV-യിൽ ന്യൂസ് റീഡേഴ്സ് ആയിട്ട് വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് അത്ര വിസിബിലിറ്റിയും അത്ര പബ്ലിസിറ്റിയും കിട്ടുന്നില്ല. അതാണ്. അപ്പൊ ഒരു നെഗറ്റീവ് മാത്രം ഇതിനെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി നടക്കുന്ന കുറെ ആളുകൾ കാരണമാണ് അങ്ങനെ ഒരു ഇമേജ് വരുന്നത്. അത് ഭയങ്കരമായിട്ട് അത് ആ ഒരു മേഖലയിൽ തന്നെ എല്ലാവർക്കും അത് ബാധിക്കുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ് ആണല്ലോ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സ്പ്രെഡ് ആവുന്നത്. ഇപ്പൊ ബ്രദറിന് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പെൺകുട്ടികളുടെ മെസ്സേജുകളൊക്കെ വരാറില്ലേ, മറ്റേ റിക്വസ്റ്റുകൾ വരാറുണ്ടോ, പ്രപ്പോസൽസ് വരാറുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞാലും ഉണ്ട്. പലർക്കും എന്താണ് ഗേ എന്ന് മനസ്സിലാവാത്തതുണ്ട്. ഇപ്പൊ ഞാൻ ഈ ഷോയില് വന്നത് പറഞ്ഞിട്ടും അതെന്താന്ന് മനസ്സിലാവാത്ത മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ജാൻമോനിയായി കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് വരെ അതിന്റെ ഒരു വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതെന്താന്ന് മനസ്സിലാക്കാത്ത കുറെ അമ്മമാരുണ്ട്, കുറെ. പക്ഷെ അവരെയൊക്കെ ഞാനൊരു സ്വീറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. അവർക്ക് ചിലപ്പോ അത്ര നോളേജ് ഇല്ല, അത്ര അതിനെ കുറിച്ച് എഡ്യൂക്കേറ്റഡ് അല്ല. അപ്പൊ ഞാൻ അവരെ തിരുത്താനും പോകാറില്ല. ഇപ്പൊ പണ്ട് ഒരു കാലഘട്ടത്തില്, ഇപ്പോഴും വേറെ എവിടെയെങ്കിലും പറഞ്ഞ ആളുകളെ കളിയാക്കുമായിരുന്നു, ഇവരെന്താ നീ എന്താ ഗേ ആണോ. പക്ഷെ ഇപ്പൊ ആളുകൾക്ക് മനസ്സിലായി അതും ഒരു മനുഷ്യന്റെ എന്താ പറയാ, അതൊരു സൃഷ്ടിയാണ്, അങ്ങനെയാണ്, അത് അവരുടെ തീരുമാനങ്ങളും അവരുടെ ഇഷ്ടങ്ങളും ആണെന്ന് ഇപ്പൊ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്രോ ഇതൊക്കെ ഇത് തുറന്ന് പറഞ്ഞതിന് ശേഷം പല രീതിയിലുള്ള അപ്രോച്ച് നേരിട്ടിട്ടുണ്ടാവും, പല ആളുകളുടെ പല രീതിയിലുള്ള കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. ലൈക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉണ്ടാവും. പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ. എന്താണ് പോസിറ്റീവായിട്ട് എന്തൊക്കെ ഉണ്ടായത്? ടു ബി ഫ്രാങ്ക്, എനിക്ക് നെഗറ്റീവായിട്ട് നേരിട്ടിട്ടുള്ളത് ഈ പറയുന്ന കുറച്ച്
സോഷ്യൽ മീഡിയയിലെ മെനിനിസ്റ്റ് ഗ്രൂപ്പ് ഓർ സംതിങ് അവരുടെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻസ് 2-3 പോസ്റ്റ് ആയിടുന്നു, അല്ലാണ്ട് ഈ കുറയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയുന്ന പോലെ ആ സൈഡിൽ കുറച്ചുകൊണ്ടേ ഇരിക്കും. അപ്പൊ ആ ഒരു ഡോർ ഞാൻ അടച്ചു, അവിടെ കിടന്ന് കുറച്ചോട്ടെ. പക്ഷെ അറ്റ് ദ സെയിം ടൈം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കുറെ വളരെയധികം പോസിറ്റീവായിട്ട് എനിക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ളതിൽ തന്നെ കുറെ പിള്ളേര് നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആണ്. ഇപ്പം ചേട്ടൻ ഒന്നും ഇപ്പൊ ബിഗ് ബോസിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും ആസ് എ ഓപ്പൺ പേഴ്സൺ ആയിട്ട് അവിടെ നിൽക്കുന്നത് തന്നെ, ഇത്രയും നെഗറ്റിവിറ്റി ഉള്ള ഒരു സ്പേസിൽ അങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു ബാക്കിയുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് ടു കം ഔട്ട്, അല്ലെങ്കിൽ ഞാൻ ഇതാണ് എന്ന് പറയാനുള്ള ഒരു ഇതാണ്. അങ്ങനെ കുറെ മെസ്സേജ് ഇപ്പം ചില ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതില് എന്നെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അതൊരു ഇഷ്യൂ ആണ്. അവിടെ ആ ഒരു ഡേറ്റ് എന്നുള്ളത് മാറിയിട്ട് അയ്യോ ചേട്ടനാണോ, ചേട്ടാ യു ആർ റിയലി ഇൻസ്പിറേഷൻ ഫോർ മീ, അതിലോട്ട് പറയാം. അപ്പൊ ഓക്കെ, ആ ഒരു രീതിയിലോട്ട് ആയി. വേറെ കാര്യം കൂടെ ഇതിൽ കൂടി ഡേറ്റിംഗ് ആപ്പുകളിലും ഞാൻ സജീവമാണ്. അല്ല ഒബ്വിയസ്ലി നമുക്ക് ഒരു ലൈഫ് പാർട്ട്ണറോ സംതിങ് നമുക്ക് എപ്പോഴെങ്കിലും അറ്റ് പോയിന്റ് വേണം. അതിന് നമുക്ക് യൂസ് പറ്റുന്ന എങ്ങനെ ഡേറ്റിംഗ് ആപ്പിൽ ഒരാളെ വിശ്വസിക്കുന്നത് എങ്ങനെ? വിശ്വസിക്കുന്നത് എങ്ങനെയാ മീൻസ് എങ്ങനെ വിശ്വസിച്ചാണ് ഒരാളോട് ഡേറ്റിംഗ് ആപ്പിൽ നമ്മൾ സംസാരിക്കും, ആൻഡ് ഇഫ് ആ പേഴ്സൺ നമുക്ക് ജെന്യുവൻ ആയി തോന്നുകയാണെങ്കിൽ നമ്മൾ അവരെ മീറ്റ് ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പലരുടെ ഒരു ഡൗട്ട് ആയിരിക്കും, ഇപ്പൊ ബ്രോയ്ക്ക് ഒരു ആൺകുട്ടീനോട് ഇഷ്ടം തോന്നുമ്പോ നിങ്ങൾ ഒരുമിച്ച് ഇപ്പൊ വേണ്ടി വന്നാൽ ഒരുമിച്ച് കല്യാണം കഴിച്ച് താമസിക്കണമെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. പക്ഷെ പലരുടെ ഉള്ളില് അങ്ങനെ ഇതൊരു ഇഷ്ടം കൊണ്ടാണല്ലോ, ഒരു ഇപ്പൊ എല്ലാവരുടെയും ഇഷ്ടം എന്ന് വിചാരിക്കുന്ന ഒരു ആണിനൊരു പെണ്ണിനോട് തോന്നുന്ന ഒരു ഇഷ്ടം, അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നതാണ് ഒരു ആണും ആടും തമ്മില്. ഇവര് കല്യാണം കഴിക്കുന്നു, ജീവിക്കുന്നു, അപ്പൊ പലരും ഡൗട്ടാണ്, അപ്പൊ ഇവർക്ക് കുട്ടി അത് വേണ്ടേ, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതെ, അതിന് എന്താണ് അതിന് പറയാനുള്ളത്? എന്താണ് അതിന് പറയാനുള്ളത്? ഇപ്പൊ നമ്മുടെ നോർമൽ പെണ്ണുവാണും കല്യാണം കഴിച്ചാലും കുട്ടികളില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അവർക്കൊരു ഫാമിലി ഇല്ല എന്നല്ലല്ലോ. അപ്പൊ കുട്ടി ഇപ്പം ഐ തിങ്ക് അഡോപ്ഷൻ റൈറ്റ്സും നമ്മുടെ ഗവൺമെന്റ് ഇപ്പം കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ആർ മാരീഡ് ലീഗൽ, ഐ തിങ്ക് ഇന്ത്യയിൽ മാരേജ് ഇപ്പോഴും അലൗഡ് അല്ല, പക്ഷെ ഐ തിങ്ക് അഡോപ്ഷൻ റൈറ്റ്സ് ഉണ്ട്, നമുക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഐ ബിലീവ് ഒരു മാരേജിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു കംപ്ലീറ്റ് ഫാമിലി ആവുന്നുള്ള ഒരു കൺസെപ്റ്റ് ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. കാരണം എത്രയോ പേർക്ക് കുട്ടികളില്ലാത്ത ഫാമിലീസ് ഉണ്ട്, അവർ എത്ര ഹാപ്പിയായി ജീവിക്കുന്നത്. കുട്ടികളായിട്ടും കല്യാണം കഴിച്ചിട്ട് എത്രയോ ചീറ്റ് ചെയ്ത് എത്രയോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഫാമിലീസും ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നിനും ഒന്ന് ഇതാണ് ഒരു കൺവെൻഷണൽ വേ, ഇങ്ങനെ ആയിരിക്കണം അമ്മ അച്ഛൻ കുട്ടി എന്ന് നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഈ നമുക്ക് ഇപ്പൊ സമൂഹത്തില് ഇപ്പൊ സ്ത്രീ സുരക്ഷിതയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, പുരുഷന്മാര് സുരക്ഷിതയല്ല എന്ന് പറയുന്ന പുരുഷന്മാരുടെ സംഘടനയുണ്ട്, ട്രാൻസിലാണെങ്കിലും ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നതില് ആരാണ് ശരിക്കും പറഞ്ഞ സുരക്ഷിത അല്ലാത്തത്? ആരാണ് ശരിക്കും എല്ലാവരുടെയും കയ്യിൽ നിന്ന് കുത്തുവാക്കുകളും കളിയാക്കലുകളും ഇത് ഏറ്റുവാങ്ങുന്നത് ആരാണ്? സുരക്ഷിതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരും സുരക്ഷിതരല്ലാതെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു കാര്യം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഇതിന് കണക്ട് ചെയ്തൊരു കാര്യം ഓർമ്മ വന്നു. ഇപ്പം സ്ത്രീകളെ പോലും കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ത്രീ ഭയങ്കര കുറച്ച് മോഡേൺ ആയി ഡ്രസ് ചെയ്താലോ കുറച്ച് നല്ല ബോൾഡായി നിന്നാൽ പോലും ആക്സെപ്റ്റ് ചെയ്യാത്ത മലയാളികൾ എങ്ങനെയാണ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള LGBT കമ്മ്യൂണിറ്റീനെ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു തോട്ടാണ്. ഒരു ആണും പെണ്ണും കൂടി സംസാരിച്ച് ഇരിക്കുന്നത് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു ജനറേഷൻ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ എത്രയോ സദാചാര ആൾക്കാര് ഇപ്പോഴും ഉണ്ട്. ജസ്റ്റ് ഇരുന്ന് സംസാരിച്ചാൽ തന്നെ അവര് തമ്മിൽ മറ്റേതാ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവര് തന്നെ അപ്പൊ ഇനി LGBT ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴേക്കൊക്കെ നമ്മളൊക്കെ മരിച്ച് ടൈം എടുക്കുന്ന. പ്രത്യേകിച്ച് ഇപ്പൊ ഞാനൊരു ഗേ ആണെന്ന് പറയാൻ പേടിയാ പലർക്കും. അതെ പേടിയാ. അതെ അല്ല അപ്പൊ പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പേഴ്സണലായി നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ മാരേജ് ചെയ്യാണ്ട് അങ്ങനെ പേഴ്സണലായി വെച്ചൂടെ? അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഇപ്പം ഒരു ഗേ ആയിട്ട് മാരേജ് ചെയ്താൽ അവർക്കും ഒരു മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കില്ലേ? ഇപ്പൊ നോർമൽ സ്ട്രേറ്റ് ആൾക്കാർ കല്യാണം കഴിച്ച് അവര് സെലിബ്രേറ്റ് ചെയ്യുന്നു, അവരുടെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു, അവരുടെ ലൈഫിലെ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്യുന്നു. അതുപോലെ എല്ലാ മനുഷ്യർക്കും അതിനുള്ള അവകാശമില്ലേ? തീർച്ചയായും. ഒറ്റ കാര്യം എന്നുള്ളത്, ഗേ എന്ന് പറയുമ്പോ നെഗറ്റീവാണ് ആളുകളുടെ മനസ്സിൽ. ഒരിക്കലും ഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെക്ഷൽ കണക്ഷൻ മാത്രമല്ല, അതിനു വേണ്ടിയിട്ടല്ല ഇഷ്ടപ്പെടുന്നത്. അത് നമ്മൾ മനസ്സുകൊണ്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നതാണ്. എനിക്ക് അതിനോടാണ് താല്പര്യം, അത് അവർക്കും ആ താല്പര്യം നമുക്ക് മുമ്പോട്ട് പോവാം അല്ലെ? ശരിക്കും പലരും മനസ്സിൽ
അവൻ ഗേ ആന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത്, സത്യം ഇത് കേട്ടോണ്ടിരിക്കുന്ന ഭൂരിഭാഗം പേരുടെ മനസ്സിലേക്ക് എത്തുന്നത് ഗേ എന്ന് പറയുമ്പോൾ ഒരു ആണ് ആണ് തമ്മിലൊരു സെക്ഷൽ കണക്ഷൻ ഇതിലേക്ക് എത്തുന്നത്. പക്ഷെ അതിന്റെ അപ്പുറം അതിനൊരു ലൈഫ് ഉണ്ട് ഇല്ലേ ബ്രോ? അതെ അതെ. അത് മാത്രല്ല അവര് വിചാരിക്കുന്ന ഇപ്പൊ ഒരാള് ഗേ ആണ്, അയാൾക്ക് എല്ലാ ആണുങ്ങളെയും ഇഷ്ടമാണ്, എല്ലാവരുടെ ഒപ്പം സെക്ഷൽ ഇത് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ പെണ്ണിന് ഒബ്വിയസ്ലി ഒരു ആണിനെയാണ് ഇഷ്ടം എന്നാണ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫീമെയിൽ. അതിന്റെ അർത്ഥം ആ പെണ്ണിനെ കാണുന്ന എല്ലാ ആണുങ്ങളുടെ ഒപ്പം ഒരു സെക്ഷൽ റിലേഷൻ വെക്കാൻ ഇഷ്ടമുണ്ടെന്നല്ലോ. സെയിം ലൈക്ക് ഒരു ഗേ ആണെങ്കിലും മനസ്സുകൊണ്ട് ഒരാളെ ഇഷ്ടമാവുന്നുള്ളൂ. അതിന്റെ അർത്ഥം എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ഒരു അട്രാക്ഷനോ, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കാണുന്ന ഇങ്ങനത്തെ ആൾക്കാർ കുറച്ച് ബസ്സിൽ പോയി ഇങ്ങനത്തെ തോണ്ടുന്നതും പിടിക്കുന്നതും അങ്ങനെ ചെയ്യുന്നവരെ മാത്രമേ പ്രൊജക്ട് ചെയ്ത് കാണുന്നുള്ളൂ. അതെ ബ്രദർ, അതെന്താണ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി? എല്ലാവർക്കും അനുഭവം ഉണ്ടാവും, എല്ലാ ആണുങ്ങൾക്കും അനുഭവം ഉണ്ടാവും. എവിടെ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ തിയേറ്ററിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ നമുക്കിപ്പോ ഒരു പെൺകുട്ടീനെ ഇഷ്ടം, ഇപ്പൊ ഞാൻ സ്ട്രൈറ്റ് ആണ്, നമ്മള് ഈ പറയുന്ന കാണുന്ന ഞാൻ സ്ട്രൈറ്റ് ആണെന്ന് പറഞ്ഞ എല്ലാ കാണുന്ന നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള പെമ്പിള്ളേരെയോ അടുത്ത് വന്നിരിക്കുന്ന പെമ്പിള്ളേരെ പോയിട്ട് തോണ്ടാൻ നിൽക്കില്ല, ചെയ്യില്ലല്ലോ. പക്ഷെ എന്താണ് അങ്ങനെ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ആയി പോകുന്നത്? അങ്ങനെ വിഭാഗം നോട്ട് ഓൺലി ഈ കമ്മ്യൂണിറ്റിയിൽ മാത്രല്ല, പെണ്ണുങ്ങളെ തോണ്ടാൻ ബസ്സിൽ പോകുന്ന എത്രയോ ആണുങ്ങളുണ്ട്. ഇത് അവരെയാണ് ശരിക്കും നമ്മൾ മാനസിക രോഗികളെന്ന് പറഞ്ഞ് നല്ല അടി കൊടുക്കേണ്ട ആൾക്കാർ. അതെ, ഒരാളുടെ കൺസെന്റ് ഇല്ലാണ്ട് ഒരിക്കലും ഒരാളുടെ മേല് തൊടാനോ ഒന്നും ആർക്കും ഒരു റൈറ്റ് ഇല്ല. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പോ ഞാൻ ലെസ്ബിയൻ ആണെന്ന് ഒരു പെൺകുട്ടി വെളിപ്പെടുത്തിയ, ഇനിയിപ്പൊ ആ പെൺകുട്ടി വെളിപ്പെടുത്താതെ തന്നെ ഫ്രണ്ട് സർക്കിളിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ആൺകുട്ടികളുടെ അടുത്ത് പറയാണ് അവര് ആ കുട്ടി ലെസ്ബിയൻ ആണെന്ന് പറയുമ്പോ ആദ്യം മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് സാധനം വരും. പെണ്ണും തമ്മിൽ സെക്സ് ചെയ്യുന്നു, അതാണ് എന്റെ. അപ്പൊ ഓക്കെ, അവൾ അങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന എല്ലാവരും അല്ല, ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവള് ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തിക്കുന്നവരുണ്ട്, ഗേ ആണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തിക്കുന്നവരുണ്ട്. അതാ സ്ട്രൈറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത ആളുകൾ എല്ലാവരും. അതിന് ഇവര് ഗേ എന്ന് പറഞ്ഞാലും ലെസ്ബിയൻ എന്ന് പറഞ്ഞാലും ഫസ്റ്റ് ചിന്ത പോകുന്നത് അവരുടെ ബെഡ്റൂമിലോട്ടും അവരുടെ സെക്ഷുവൽ ഇതിലോട്ടും മാത്രമാണ്. അത് മാറ്റി വെച്ച് എന്തുകൊണ്ട് ബാക്കിയൊരു ഇത് ചിന്തിക്കുന്നില്ല? അത് എല്ലാം ഓരോ ആൾക്കാരുടെ നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെയും ചിന്താഗതിയുടെ പ്രശ്നമാണ്. അതൊന്നും ഒരു ദിവസം കൊണ്ട് മാറ്റാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. എസ്പെഷ്യലി മലയാളീസ് ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ബാക്കിയുള്ള ആൾക്കാരുടെ വീട്ടിലും റൂമിലും എന്ത് നടക്കുന്നു ഒരു പ്രവണത നല്ല പോലെ എല്ലാവർക്കും ഉണ്ട്. അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ മലയാളി മാത്രമല്ല കേട്ടോ, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഇപ്പൊ ഇത് ബ്രോ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതിനു ശേഷം ആരെങ്കിലും ഫോഴ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഫോഴ്സ് ചെയ്യാനില്ല. എനിക്ക് ഇപ്പം ഐ തിങ്ക് ബിഗ് ബോസിലൂടെ വന്നോണ്ടാണോ എന്ന് എനിക്കറിയില്ല, എന്തൊരു മെസ്സേജ് വരുമ്പോഴും ഈവൻ ഇപ്പം ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ഡേറ്റിനുള്ള മെസ്സേജ് വരുമ്പോൾ ഒരു സർട്ടൻ ലെവൽ ഓഫ് റെസ്പെക്ട് ആ മെസ്സേജിൽ ഉണ്ട്. ആരായാലും ആ ഒരു റെസ്പെക്ട് വെച്ചിട്ട് എനിക്കിപ്പോ ഒരു മെസ്സേജ് വരുന്നുള്ളൂ. ഓക്കെ.